ഹലോ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലൂപ്പ് കൺട്രോൾ. ലൂപ്പ് കൺട്രോൾ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സിയുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആയിരിക്കും. സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞിരുന്നു 1 by 1 ആയിട്ട്. അതായത് നിങ്ങൾ ഒരു 10 ലൈൻ കോഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് അങ്ങനെ 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നതാണ് സീക്വൻഷ്യൽ വേ ഓഫ് എക്സിക്യൂഷൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഡിസിഷൻസ് ബേസ്ഡ് ആയിരിക്കും എക്സിക്യൂഷൻ പോകുന്നത്. സോ ഡിസിഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സിക്യൂഷൻസ് ആണ് നമ്മൾ സോഫാർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഇഫും, ഇഫ് എൽസും, നെസ്റ്റഡ് ഇഫും, എൽസ് ഇഫ് ലാഡറും, സ്വിച്ചും എല്ലാം അങ്ങനെയാണ്. എന്തോ ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ് എക്സിക്യൂഷൻ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കാറ്റഗറിയാണ് ലൂപ്പ് എന്നുള്ള പേരിൽ നമ്മൾ പറയുന്നത്. ലൂപ്പ് അല്ലെങ്കിൽ ഐട്രേഷൻ. ഫസ്റ്റ് മൊഡ്യൂളിൽ ഐട്രേഷൻ എന്നുള്ള പേരിലാണ് നമ്മളത് പറഞ്ഞത്. സോ അന്ന് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. സോ ഇതാണ് നമ്മളുടെ മൊമെൻറ്റ്, ലൂപ്പിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. സോ എന്താണ് ലൂപ്പ് എന്ന് ചോദിച്ചാൽ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയാം. ഈ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. എന്താ പറഞ്ഞത്? ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പിംഗ് അല്ലെങ്കിൽ ഐട്രേഷൻ അല്ലെങ്കിൽ ലൂപ്പിംഗ് എന്നാണ് നമ്മൾ ജനറലി ലൂപ്പിംഗ് എന്ന് തന്നെയാണ് പറയുക. ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അർത്ഥം, കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? ലൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ത് ചെയ്യും? റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. റിപ്പീറ്റഡ് ആയിട്ടുള്ള എക്സിക്യൂഷനിലേക്ക് പോകും. സോ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ, അതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, സോ എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും എന്ന് ചോദിച്ചാൽ ചില കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നത് വരെ. അപ്പോൾ അപ് ടു സർട്ടൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നത് വരെ ആയിരിക്കും ഈ എക്സിക്യൂഷൻ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള ഒരു 3 സെൻറ്റൻസ് ആണിത്. ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ടിംഗ് അണ്ടർ അല്ലെങ്കിൽ അപ് ടു സർട്ടൻ കണ്ടീഷൻസ്. സർട്ടൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്യപ്പെടുന്നത് വരെ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയും പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രധാനമായിട്ടും 2 തരത്തിൽ, ദാറ്റ് ഈസ് 2 ടൈപ്പിലുള്ള ലൂപ്പുകളാണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, തരത്തിലുള്ള ലൂപ്പുകളുണ്ട്. അതായത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കൗണ്ടർ കൺട്രോൾഡ് റെപ്പറ്റീഷൻസും അതുപോലെ തന്നെ സെന്റിനൽ കൺട്രോൾഡ് റെപ്പറ്റീഷൻസും. കൗണ്ടർ കൺട്രോൾഡ് റെപ്പറ്റീഷൻ എന്താണ്? കൗണ്ടർ കൺട്രോൾഡ് റെപ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഞാൻ പറഞ്ഞു
ലൂപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയും പിന്നെയും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന റെപ്പിറ്റേഷൻസിനെയാണ് നമ്മൾ കൗണ്ടർ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? കൗണ്ടർ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്പർ ഓഫ് ടൈംസ് എക്സിക്യൂട്ട് ചെയ്യാം. എത്ര നമ്പർ ഓഫ് ടൈംസ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ടൈപ്പ് ഓഫ് റെപ്പിറ്റേഷൻസിനെയാണ് നമ്മൾ കൗണ്ടർ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ എന്ന് പറയുക. വേറാസ് സെന്റിനൽ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരിക എന്നിതിന് അറിയാൻ പറ്റില്ല. മനസ്സിലായോ? ദാറ്റ് ഈസ് എത്ര നമ്പർ ഓഫ് റെപ്പിറ്റീഷൻസ് ഉണ്ട് എന്നുള്ളത് ഷാർപ്പായിട്ട് അറിയാൻ പറ്റത്തില്ല സെന്റിനൽ കൺട്രോൾഡ് റെപ്പിറ്റീഷന്. ദാറ്റ് ഈസ്, ഒന്നും കൂടെ പറയുന്നു, നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് എത്രയാണ് എന്ന് ഡെഫിനിറ്റ് ആയിട്ട് അറിയാവുന്ന റെപ്പിറ്റീഷൻ. ഡെഫിനിറ്റ് ആയിട്ട് അതിനെയാണ് നമ്മൾ കൗണ്ടർ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ എന്ന് പറയുന്നത്. വേറാസ് സെന്റിനൽ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് ആണ് എന്ന് അതിന് അറിയാൻ പറ്റത്തില്ല. ദാറ്റ് ഈസ് ഡെഫിനിറ്റ് ആയിട്ടുള്ള കൗണ്ട് അതിന് അറിയാൻ പറ്റില്ല. അങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഷാർപ്പായിട്ട് അറിയാൻ പറ്റാത്ത, ഷാർപ്പായിട്ട് എത്ര നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് ഉണ്ട് എന്ന് അറിയാൻ പറ്റാത്ത തലത്തിലുള്ള റെപ്പിറ്റേഷൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സെന്റിനൽ കൺട്രോൾഡ് റെപ്പിറ്റീഷൻ എന്ന് പറയുന്നത്. സോ ഒന്നും കൂടെ പറയുന്നു, ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലൂപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും? സർട്ടൻ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെയാണ് ഈ എക്സിക്യൂഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മൾ പറയുന്നു രണ്ട് തരത്തിലുള്ള ലൂപ്പിങ്ങുകൾ, കൗണ്ടർ കൺട്രോൾഡും സെന്റിനൽ കൺട്രോൾഡും. കൗണ്ടർ കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് ഈ റെപ്പിറ്റേഷൻ വരിക എന്നുള്ളത് ഷാർപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ല, നമുക്ക് ഷാർപ്പായിട്ട് പറയാൻ പറ്റാത്ത, എത്ര നമ്പർ ഓഫ് റെപ്പിറ്റേഷൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ചില കേസസും വരും. അങ്ങനെയുള്ള റെപ്പിറ്റേഷൻസിനെയാണ് നമ്മൾ സെന്റിനൽ കൺട്രോൾഡ് റെപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിയിൽ മെയിനായിട്ടും 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഉള്ളത്. സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് വൈൽ ലൂപ്പ്, സെക്കൻഡ് വൺ ഡു വൈൽ ലൂപ്പ്, and the third one for loop. സോ 3 ലൂപ്പുകളും ആ ലൂപ്പുകളിലെ സിൻറ്റാക്സും അതിൻ്റെ വർക്കിങ്ങുമാണ് ഇനി നമ്മൾ അങ്ങോട്ടേക്ക് പഠിക്കാൻ പോകുന്നത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, സർട്ടൻ കണ്ടീഷൻസ് മീറ്റ് ചെയ്യപ്പെടുന്നത് വരെ. ദെൻ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള, 2 കാറ്റഗറിയിലുള്ള ലൂപ്സ് ആണ് പറഞ്ഞത്, കൗണ്ടർ കൺട്രോൾഡും സെന്റിനൽ കൺട്രോൾഡും. കൗണ്ടർ കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ റെപ്പിറ്റേഷൻ എത്ര പ്രാവശ്യമുണ്ട്, അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉണ്ടാവോ അതോ 3 പ്രാവശ്യമാണോ എന്ന് നമുക്ക് ഷാർപ്പായിട്ട് പറയാൻ പറ്റുന്നതാണ് കൗണ്ടർ കൺട്രോൾഡ്. വെറാസ് സെന്റിനൽ കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റാത്ത തരത്തിലുള്ള റെപ്പിറ്റേഷൻ. ദെൻ നമ്മൾ പറയുന്നു സിയിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ലൂപ്പുകളെ കുറിച്ചിട്ടാണ്. വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, അതുപോലെ തന്നെ ഫോർ ലൂപ്പ്. ഓക്കെ, സോ സാധാരണഗതിയിൽ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് എസ് എ കയറി ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ലൂപ്പ് കൺട്രോൾ എന്ന് പറഞ്ഞ് എസ് എ കയറി ചോദിക്കാം.
അങ്ങനെയാണെങ്കിൽ ഇത് മൂന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചോദിക്കുന്നത് അങ്ങനെ ആയിരിക്കില്ല, ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ തന്നിട്ട് ഇതിൻ്റെ സിൻടാക്സും കൊടുത്ത് അതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, വാട്ട് എവർ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സും ലൂപ്പ് കൺട്രോളും 101% ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം തിയറി പോയിന്റ് ഓഫ് വ്യൂവിലും പ്രാക്ടിക്കൽസ് പോയിന്റ് ഓഫ് വ്യൂവിലും ഇത് മനസ്സിലായാലാണ് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു വൈൽ ലൂപ്പ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു 3 ലൂപ്പുകളുണ്ട്, വൈൽ ലൂപ്പ്, ഡു വൈൽ, ഫോർ ലൂപ്പ്. അതിൽ വൈൽ ലൂപ്പാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് പഠിച്ച അതേ ഫോർമാറ്റിൽ തന്നെയാണ് നമ്മൾ ഇതും പഠിക്കുന്നത്. ദാറ്റ് ഈസ് സിൻടാക്സ് പറയും, അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് പറയും, ദെൻ നമ്മൾ അതിൻ്റെ വർക്കിംഗ് പറയും. ഓക്കെ, സോ സിൻടാക്സുകളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം, തെറ്റിക്കരുത്. കുത്തും കോമയും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റരുത്, മാറിപ്പോയാൽ മാർക്ക് പോകും. ഓക്കെ, സോ നമ്മൾ വൈൽ ലൂപ്പ് എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. സോ വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വൈൽ ബ്രാക്കറ്റിൽ നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, ദെൻ അതിനുശേഷം ബ്രേസസ് ഇട്ടിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുവാണ്. സോ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ജസ്റ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വൈൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ കീവേഡ്. വൈലിൻ്റെ ഉള്ളിൽ നമ്മളൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ കണ്ടീഷൻ ഫസ്റ്റ് ട്രൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ആ കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ഇതിനകത്ത് നമ്മൾ എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ടോ അത്രയും സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവും. മനസ്സിലായോ? ദെൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഈ ലൂപ്പിന് പുറത്ത് വന്നിട്ട് ഈ കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കും. ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. വീണ്ടും പുറത്തിറങ്ങി വന്നിട്ട് കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോഴും കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. വീണ്ടും ഇത് പുറത്തു പോകും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ പല പ്രാവശ്യം ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. എപ്പോൾ വരെയാണെന്നറിയോ? ഇവിടെ നിന്ന് ചാടി വന്ന് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഒരു സർട്ടൻ പോയിന്റ് ഓഫ് ടൈമിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആകും. അങ്ങനെയാണെങ്കിൽ പിന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവില്ല. ഇതിന് താഴത്തെ എഴുതി വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതായത് വൈൽ ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, വൈലിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അത് ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്തു, തിരിച്ച് പുറത്ത് വന്നിട്ട് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. എഗെയിൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും അൺടിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ. എപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവുന്നോ അപ്പോൾ അത് ഈ ലൂപ്പിൽ നിന്നും പുറത്തേക്ക് വന്നിട്ട് ഇതിന് താഴെ എഴുതി കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ആവും. ഫോൾസ് ആയാൽ, കണ്ടീഷൻ തെറ്റിപ്പോയാൽ. ഓക്കെ, സോ ഇതാണ് വൈൽ ലൂപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൈൽ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? വൈൽ ലൂപ്പിൻ്റെ കൂടെ ഒരു കണ്ടീഷൻ ഉണ്ടാകും. ആ കണ്ടീഷനെ ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും അൺടിൽ ഈ കണ്ടീഷൻ തെറ്റുന്നത് വരെ. മനസ്സിലാവുന്നോ? സോ വൈൽ ലൂപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഈ ഫ്ലോ ചാർട്ടിൽ നമ്മൾ എപ്പോഴും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും നമ്മൾ ഈ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ
ലൂപ്പുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വേരിയബിളിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ലൂപ്പ് വേരിയബിൾ എന്നാണ് പറയുക. ലൂപ്പ് വേരിയബിൾ എന്ന് തന്നെ പറയണം എന്നൊന്നുമില്ല, ഇപ്പൊ എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ലൂപ്പ് വേരിയബിൾ എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഏത് ലൂപ്പാണെങ്കിലും, ഇപ്പം നമ്മൾ പഠിക്കുന്ന വൈലാണെങ്കിലും ഇനി പഠിക്കാൻ പോകുന്ന ഡു വൈലാണെങ്കിലും ഫോർ ലൂപ്പ് ആണെങ്കിലും ഒക്കെ ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വേരിയബിളിൻ്റെ ബേസിസിലാണ് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയും ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ എന്താണ് ഇതിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഇനീഷ്യലൈസ് എന്ന് കൊടുത്തിരിക്കുന്ന കണ്ടോ, ആ ഇനീഷ്യലൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വേരിയബിൾ ഇല്ലേ, ലൂപ്പ് വേരിയബിൾ, ആ ലൂപ്പ് വേരിയബിളിനെയാണ് നമ്മളിവിടെ ഇനീഷ്യലൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിനുശേഷം കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ വൈലിൻ്റെ കൂടെ ഒരു ടെസ്റ്റ് കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, ആ കണ്ടീഷനാണ് ഇവിടെ ചെക്ക് ചെയ്യപ്പെടുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. സോ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് നോക്കും. കണ്ടീഷൻ ട്രൂ ആണ് എങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, എക്സിക്യൂട്ട് ആവും. കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കും കേട്ടോ. ആ അപ്ഡേഷൻ അനുസരിച്ചാണ് വീണ്ടും ഇവിടെ കണ്ടീഷൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. വീണ്ടും കണ്ടീഷൻ ശരിയാണോ എന്ന് നോക്കും. ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ആകും. വീണ്ടും ചില അപ്ഡേഷൻസ് നടക്കും. ആ അപ്ഡേഷൻ്റെ ബേസിസിലാണ് ടെസ്റ്റ് കണ്ടീഷൻ വീണ്ടും ചെക്ക് ചെയ്യുന്നത്. സോ ഈ ടെസ്റ്റ് കണ്ടീഷൻ എപ്പോൾ അല്ലെങ്കിൽ എത്ര നേരം ട്രൂ ആകുന്നോ അത്രയും നേരം ഈ ബോഡി ഓഫ് ദ ലൂപ്പ് കിടന്ന് എക്സിക്യൂട്ട് ആയിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണോ ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആകുന്നത് അപ്പോൾ അത് ലൂപ്പിൽ നിന്നും ചാടിപ്പോരും. മനസ്സിലായോ? സോ ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടെ പറയുന്നു. അതായത് ലൂപ്പ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് പല പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം. സോ രണ്ട് തരത്തിലുള്ള റെപ്പിറ്റേഷൻസ് ഉണ്ട്, കൗണ്ടർ കൺട്രോൾഡും സെന്റിനൽ കൺട്രോൾഡും. കൗണ്ടർ കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു നമുക്ക് ആദ്യം തന്നെ അറിയാം. സെന്റിനൽ കൺട്രോളിലാണെങ്കിൽ ഇത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഷാർപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പറയുന്നത് ഇതാണ്, സിയിൽ 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 ലൂപ്സ് ആണുള്ളത്, വൈല്, ഡു വൈല്, ഫോർ ലൂപ്പ്. അതിൽ വൈലാണ് നമ്മൾ പറഞ്ഞത്, വൈലിൻ്റെ സിൻറ്റാക്സ് ആണ് പറഞ്ഞത്, വൈൽ ടെസ്റ്റ് കണ്ടീഷൻ ബോഡി ഓഫ് ദ ലൂപ്പ്. അതായത് വൈൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ കണ്ടീഷനെ ഇത് ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഇത് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അൺടിൽ ഈ കണ്ടീഷൻ ഫോൾസ് ആകുന്നത് വരെ. അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്ലോ ചാർട്ടാണ് നമ്മൾ ഈ പറഞ്ഞത്. സോ വൈലും വൈലിൻ്റെ സിൻറ്റാക്സും അതിൻ്റെ വർക്കിങ്ങുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്തൊരു സെഷനിൽ നമ്മൾ വൈൽ വെച്ച് ഒരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവും. ഓക്കെ, സോ ഇത് പഠിച്ചു പോവുക, ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വെച്ചാൽ നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനും പറ്റില്ല, തിയറിക്ക് സ്കോർ ചെയ്യാനും പറ്റത്തില്ല കേട്ടോ. സോ ക്ലാസ് വീഡിയോ കണ്ടതിന് ശേഷം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക.